അതാ പണമില്ല. എനിക്ക് മാസത്തിൽ 4 കിലോ അരിയാ തരുന്ന മാസത്തില്. എന്റെ കൂടെയുള്ള CPM അന്നക്കുട്ടിക്ക് 30 കിലോ അരി. അപ്പൊ രാഷ്ട്രീയത്തില് അങ്ങനെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. CPM അന്നക്കുട്ടിക്ക് 30 കിലോ, മറിയക്കുട്ടിക്ക് 4 കിലോ. കാരണം ഈ പാർട്ടിയില് പറയണകൊണ്ട് എനിക്ക് അരി വരെ തരികയില്ല. ആ സമയത്ത് പ്രധാനമന്ത്രി എനിക്ക് 5 കിലോ അരി വെച്ചു. എനിക്ക് തന്നെയല്ല, എല്ലാവർക്കും. അതിന്റെ കൂടെ ആണ്ടില് 6000 രൂപ ഉണ്ട്. എന്റെ മകളെ കൊണ്ടുപോകാൻ വിജയൻ എന്ന് പറഞ്ഞ പേരുള്ള അവന് നല്ലൊരു വീടും സ്ഥലവും മേടിച്ചു കൊടുത്തു. വീടും സ്ഥലവും. പ്രധാനമന്ത്രി കേന്ദ്രത്തിൽ നിന്ന് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ പെട്രോളിന്റെ 1 ലിറ്ററിന്റെ കാശ് അവര് 2 രൂപ വെച്ച് കൂടുതൽ മേടിക്കുന്നുണ്ട്. പിന്നെ എറണാകുളം തോമസിന് ഇപ്പൊ 10 ലക്ഷം രൂപ മുൻ മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നില്ല, മുൻ മന്ത്രിക്ക് തോമസിന് കൊടുക്കണ്ട. ഉദ്യോഗസ്ഥന്മാർക്ക് 4-5 ലക്ഷം കൊടുക്കണ്ട. ഇത്രയും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഞങ്ങളുടെ പെൻഷൻ തരാൻ പാടില്ല എന്നാ ഞാൻ ചോദിക്കണത്. അതുപോലെ എനിക്ക് കുറെ വിദേശികൾ വന്ന് പൈസ തരേണ്ടെന്ന്. അപ്പൊ ഇവിടുത്തെ ഈ പിണറായിയുടെ ഗുണ്ടകൾ ഇവിടെ എന്നെ കാവലുണ്ട്. ഈ ഗുണ്ടകള്, ഈ കാവലുള്ളവർക്ക് ഇതിന്റെ ജനസംഖ്യ എടുത്ത് ഈ പിണറായിനെ ഏൽപ്പിക്കാൻ പാടില്ലേ? ഒന്നത് ഈ പിണറായി വിനോദയാത്ര നടത്തി ഇയാക്കടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണോ, അതെങ്കിൽ ഇയാക്കടെ പെമ്പറന്നത്തിന്റെ സ്ത്രീധനാണോ ഈ കളിക്കണേ? ജനങ്ങളുടെ നികുതി പണമല്ലേ ഈ നികുതി പണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിന് ഞങ്ങൾ പട്ടി വളർക്കണ്ട. ആ പട്ടിയുടെ കാശ്, കോഴി വളർക്കണ്ട, അതിന്റെ കാരം, വെള്ളത്തിന്റെ കാരം, കറണ്ടില്ല. ഈ രീതി എല്ലാം പിണറായി മേടിച്ചിട്ട് കോഴി വലിക്കണ എന്നാ? അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്റെ പുറകിൽ ആരാണ്ടുണ്ടെന്നാണ് ഈ ഗുണ്ടകൾ പറയുന്നത്. ഈ പിണറായിയുടെ ഗുണ്ടകൾ എന്നെ പറഞ്ഞു പഠിപ്പിക്കാന്ന്. എന്റെ അനുഭവങ്ങളാ പറഞ്ഞേ, ഈ നാട്ടിൽ നടക്കണ കാര്യങ്ങളാ പറഞ്ഞേ. ഓരോ കൊച്ചങ്ങളെ ഈ CPM പീഡിപ്പിക്കാം. അവർക്ക് 4-5 വയസ്സുള്ള പിള്ളേരെ മതിയല്ലോ പീഡിപ്പിക്കാൻ. ഇന്നാളെ ഒരു കൊച്ചിനെ തട്ടിക്കൊണ്ട് പോയി. അത് പൊതുജനങ്ങൾ അറിഞ്ഞു. ഈ ചാലുകാരൊക്കെ അറിഞ്ഞുകൊണ്ടാ കൊച്ചിനെ കിട്ടിയതാ. ഈ പിണറായിക്ക് ഈ പണി എല്ലാം ഉണ്ടെന്ന് ബോധ്യമുണ്ട് എനിക്ക്. എന്നിട്ട് ഈ ഗുണ്ടകളെ ഇറക്കി മറ്റുള്ളവരുടെ വീട് തകർക്കല്, പെണ്ണ് പിടുത്തം, ഒരു പെണ്ണുങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റിയല്ല, എന്തെല്ലാം രീതിയാണ്. ഈ ഗുണ്ടകളെ പേടിച്ചിട്ട് ഒരു തരത്തിലും വഴി നടക്കാൻ പാടില്ല. കുഞ്ഞു പെൺകച്ചങ്ങളെ വളക്കാൻ നിവൃത്തിയില്ല. എന്റെ വീട്ടിൽ 5 വസ്ത്രം കൊണ്ടുപോകാം. നൂല് വസ്ത്രം ഇല്ലാത്ത വാടക റോയി എന്ന് പറഞ്ഞ വസ്ത്രം എന്റെ ഈ പത്രത്തിൽ എനിക്ക് വസ്തു ഉണ്ടെന്ന് എഴുതി കൊടുത്തവന് എന്റെ 5 വസ്ത്രം കൊണ്ടിട്ടാ. നൂല് വസ്ത്രമില്ല. എന്റെ കൊച്ചിന് അന്ന് 12 വയസ്സുണ്ട്. ഞാൻ എന്റെ കൊച്ചിന് കാണിച്ചിട്ടില്ല പുസ്തകം. കത്തിച്ച് കളയായിരുന്നേ. ഈ രീതിയിലെല്ലാം ഞങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാ. ഇപ്പൊ അത് കാരണം ഞങ്ങൾക്ക് അരി മേടിക്കാൻ യാതൊരു വൃത്തിയില്ല. റേഷൻ കടയിൽ അരിയില്ല, മാവേലി സ്റ്റോറിൽ അരിയില്ല. ഒരു സാധനം മേടിക്കാൻ പോയാൽ അത് മേടിക്കാൻ നിവൃത്തിയില്ല. ഇവരെല്ലാം അത് രാഷ്ട്രീയമുണ്ട്. ഞാൻ പറയുന്ന ഈ BJP പോണം ഞങ്ങളുടെ ഇഷ്ടം, RC പോണം ഞങ്ങളുടെ ഇഷ്ടം, മുസ്ലിം ലീഗ് പോണം ഞങ്ങളുടെ ഇഷ്ടം, കോൺഗ്രസിൽ പോണം ഞങ്ങളുടെ. ഈ പിണറായിയുടെ സർട്ടിഫിക്കറ്റ് വേണം. നാട്ടുകാരുടെ വോട്ട് മേടിച്ച് ജയിച്ചതല്ല, അതിന് ഉദ്യോഗം കിട്ടിയതൊന്നും അല്ലല്ലോ. ഈ നാട്ടുകാരുടെ കണ്ണിപ്പുകളായിട്ട് അല്ല ഈ കളി കളിക്കണത്. എന്ന് തുടങ്ങിയതാ ഈ വിനോദയാത്ര. അത് മറിയക്കുട്ടി പഠിപ്പിക്കണതല്ല. എന്റെ പറയിൽ ഇവര് വന്നിരുന്നു ആവട്ടെ, ആരാ ഉള്ളതെന്ന് ഞാൻ സ്വന്തം പറയണതാ. ഈ ജാതികാരോട് ചോദിച്ചു. സർക്കാർ അഭിഭാഷ വേറൊരു കാര്യം കൂടി പറഞ്ഞു, മറിയക്കുട്ടിച്ചേട്ടത്തിയുടെ കയ്യിൽ പണമുണ്ട് എന്ന്. ഉണ്ടോ? അത് അവർക്ക് ഒത്തിരി ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. പിണറായിക്ക് എന്തോരം ഗുണ്ടകളുണ്ട്. അവർക്ക് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവര് 4-5 ലക്ഷം രൂപ പിണറായി കൊടുക്കുന്നില്ല ശമ്പളം. ഒരാളെ എടുത്ത് അതിന്റെ എന്താ കണക്കെടുക്കാൻ പാടില്ലേ? ഭൂമിയുടെ കണക്കെടുത്തല്ലോ, ഏക്കറിന്റെ കണക്കെടുത്തില്ലേ? ആ പാർട്ടി അല്ല ഈ പിണറായിയുടെ ഗുണ്ടകള്. അവർക്ക് എടുക്കാൻ പാടില്ല. ജനങ്ങള് എനിക്ക് കൊണ്ടുവന്നതായിരുന്നു. അവരാ പരസ്യം ചെയ്തോണ്ട് അടിമാലി വന്നേച്ച് തിരിച്ചു പോയി. അവര് തന്നില്ല. പിന്നെ BJP-ക്കാർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെന്നാ തന്നെയെന്നറിയാം. റേഷൻ 9 കിലോ അരി എല്ലാവർക്കും തരാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, അത് തരും. ഈ പിണറായി പല കാലമാണോ പറഞ്ഞുകൊണ്ട് നടക്കല്ല. പ്രധാനമന്ത്രി ഞങ്ങൾക്ക് 9 കിലോ അരി തരും. വേറെ ഒരു ചാനലിൽ പറഞ്ഞു കേട്ടു, മാതൃഭൂമിയില്. മറിയക്കുട്ടി കേന്ദ്രം കൊടുക്കുന്നില്ലായിരുന്നു. ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്. ഞാൻ അടി അറിഞ്ഞ കാശാരിയാ, കേന്ദ്രത്തിന്റെ ജനങ്ങളുടെ അല്ലേ? അല്ല പിണറായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? ഈ ഗുണ്ടയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? എന്തോരും പിള്ളേരുടെ തല എഴുതി പൊട്ടിച്ചു. ഏതെങ്കിലും പാർട്ടിക്കാരും ഈ BJP-നെ അല്ല മറ്റുള്ളവരെ കുറ്റം പറയേണ്ടത്. ഈ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഈ പിണറായിയുടെ കൊണ്ടുകളല്ലാതെ? ഇങ്ങനെ ആരെങ്കിലും? ഞാൻ 87 വയസ്സായി. വേറൊരു ജാതി 78 ഞാൻ 87 വയസ്സിലാണ് നടക്കണേ. ഞാൻ ഇത്രയും പ്രായം തുടങ്ങി കാണണം. ഈ പിണറായിയെ പോലെ രണ്ടും കെട്ടാനെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും കെട്ട വരണം. അതുകൊണ്ട് തന്നെ പറയണേ. അല്ല മറിയക്കുട്ടിച്ചേട്ടത്തി, ഇന്ന് ഹൈക്കോടതിയിലെ ജഡ്ജി
ദേവൻ രാമചന്ദ്രൻ ഇന്നും പറഞ്ഞത് മറിയക്കുട്ടി ചേട്ടത്തിയാണ് VIP. അത് മാത്രമല്ല, മറിയക്കുട്ടി ചേട്ടത്തിയെ പോലുള്ളവർക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റുന്നില്ല, അവർ ദുരിതത്തിലാണ്, അതുകൊണ്ട് ഇത്തവണ ഞാനും ആഘോഷിക്കുന്നില്ല എന്നുള്ളതാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ വാക്കുകൾ ഒരുപക്ഷെ മറിയക്കുട്ടി ചേട്ടത്തി കേട്ട് കാണും, ഇതിനകം അറിഞ്ഞു കാണും. അങ്ങനെ അതെ, പിണറായിയെ പോലെ വൃത്തിയട്ടോ ഗുണ്ടയില്ലെന്നേ പ്രധാനമന്ത്രി പറയുന്നില്ല. പ്രധാനമന്ത്രി അങ്ങ് കഞ്ചി ഉണ്ടാക്കി വന്നു. ആ അരിയും കൊണ്ട് ഞാൻ കഞ്ഞി സുഖമായിട്ട് കുടിച്ചു. ആ പ്രധാനമന്ത്രിയുടെ കുറ്റം ഞാൻ പറയല. 6000 രൂപയെന്ന് എന്റെ മകൾക്ക് വീട് സ്ഥലവും കൊടുത്തു. അത് പ്രധാനമന്ത്രിയാണ് കൊടുത്തത്, പിണറായി അല്ല കൊടുത്തിട്ടില്ല. പിണറായി എനിക്കും തന്നിട്ടില്ല. എനിക്ക് അപേക്ഷിച്ച് എല്ലാം ശരിയായതായി, പിണറായി തള്ളിക്കളഞ്ഞു. വീട് ഞങ്ങൾ ഒത്തിരി അനുഭവിക്കുക, കിടന്ന് കഷ്ടപ്പെടുക. പറയാതിരിക്കും, ഈ പിണറായി പറയിപ്പിക്കണതാ, അല്ല വേറെ ആരും പറയുന്നില്ല. ഈ പിണറായി പറയിപ്പിക്കണ. BJP-കാരും പറഞ്ഞു തന്നില്ല, കോൺഗ്രസും പറഞ്ഞു തന്നില്ല, ഒരു മുസ്ലിം ലീഗും പറഞ്ഞു തന്നില്ല, ഇലക്കൻകാരും പറഞ്ഞു തന്നില്ല. ഇത് സ്വന്തം പറയണ, ജൈവം പറയണ, മടുത്തിട്ട്. അല്ല വേറെ ഒന്നുമല്ല, മടുത്ത് പറയണതാ. കോടതി മറിയക്കുട്ടി ചേട്ടത്തിക്കൊപ്പം ഉണ്ട്. മറിയക്കുട്ടി ചേട്ടത്തിയുടെ ഹർജി അത് പരിഗണിക്കാൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് തന്നെയാണോ കരുതുന്നത്? കോടതിയോട് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ഈ പെൻഷൻ മേടിക്കുന്ന എത്ര കോടി ആളുന്നുണ്ട്, അത്രോളം പേര് ഞങ്ങൾ കോടതിയോട് നന്ദി പറയും. ഞങ്ങൾക്ക് കോടതിയിൽ നിന്ന് വിധി കിട്ടും. അല്ല ഈ പിണറായിനെ ഇറക്കി എല്ലാ പാർട്ടിയും കൂടെ സംഘടിക്കും ഞങ്ങൾ, പിന്നെ ഇറക്കി കളയും, പിന്നെ നശിപ്പിച്ച് കടലിൽ കൊണ്ട മുക്കിക്കളയും ഞങ്ങൾ. അതിൽ കൊണ്ടൊന്നുമില്ല, അത്രയ്ക്ക് കഷ്ടപ്പെട്ടിട്ടാ പറയണേ ഈ പിണറായിനെ. ഗുണ്ടകളെ വിട്ടുവെപ്പല്ലേ, പോലീസിന്റെ വേഷവും ധരിപ്പിച്ച കുറുവടിയും കൊടുത്ത് പകുതി പോലീസ് ഈ പോലീസിന്റെ വേഷം കെട്ടിയത് ഈ CPM-കാരാ. ആ തലയിൽ ചെയ്തെല്ലാം പോലീസല്ല, CPM-കാര്. പിണറായി അറിഞ്ഞോണ്ട് യൂണിഫോം തയ്ച്ചു വെച്ചേക്കുക പോലീസിന്റെ വേഷം കൊടുക്കാൻ. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. ശരി പോലീസ് അല്ല തല ഇത് പൊട്ടിച്ച ഈ പിണറായിയുടെ ഗുണ്ടകളാ.